സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാം ചോദ്യം, ഫ്രിയോണിന്റെ രാസനാമം എന്താണ്? ഫ്രിയോണിന്റെ രാസനാമം എന്താണ് ചോദ്യം. പോളി ടെട്രാഫ്ലൂറോ എഥിലീൻ, ഡൈക്ലോറോ ഡൈഫ്ലൂറോമീഥേൻ, ട്രൈ അയഡോമീഥേൻ, ട്രൈ ക്ലോറോമീഥേൻ. ഫ്രിയോണിന്റെ രാസനാമം, ഫ്രിയോണിന്റെ രാസനാമം അറിയാമെന്നുള്ളവരൊന്ന് കമന്റ് ചെയ്തേ. കിട്ടിയവരൊന്ന് കമന്റ് ചെയ്തേ. അവന് കിട്ടിയായിരുന്നു ഉത്തരം. വളരെ ഫ്രിയോണിന്റെ രാസനാമം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഡൈക്ലോറോ ഡൈഫ്ലൂറോമീഥേൻ ആണ്. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഡൈക്ലോറോ ഡൈക്ലോറോ ഡൈഫ്ലൂറോമീഥേൻ ആണ് ആൻസർ കേട്ടാ. ഈ ഫ്രിയോൺ എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഫ്രിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ റെഫ്രിജറേറ്ററിലും അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഏത്? ഫ്രിഡ്ജ് ഒന്നാണല്ലോ. റെഫ്രിജറേറ്ററിലും അതുപോലെ നമ്മൾ എ സിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, എയർ കണ്ടീഷനിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ പറയുന്ന ഫ്രിയോൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി വേറെ സാധനം പ്രിയോൺ എന്ന് പറഞ്ഞാൽ പ്രിയോൺ എന്ന് പറഞ്ഞാൽ ഒരു തരം പ്രോട്ടീൻ ആണ് കേട്ടോ. ഒരു തരം പ്രോട്ടീൻ ആണ് പ്രിയോൺ. ഇത് ഫ്രിയോൺ ആണ് കേട്ടോ. ഫ്രിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, നമ്മുടെ റെഫ്രിജറേറ്ററിലും അതുപോലെ തന്നെ ഈ പറയുന്ന എയർ കണ്ടീഷനിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് ഈ പറയുന്ന എന്ത് ഫ്രിയോൺ. പ്രിയോൺ എന്ന് വെച്ചാൽ പി ആണ് വരുന്നതെങ്കിൽ പ്രിയോൺ ആണെങ്കിൽ എന്താണ് പിള്ളേരെ? പ്രിയോൺ എന്താ? പ്രിയോൺ എന്താന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഒരു പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത രണ്ടാം ചോദ്യം, ഏത് പ്രക്രിയയിലൂടെയാണ് ഹൈഡ്രജൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നത്? അവിടെ വീഡിയോ ഓണാണ്. ഏത് പ്രക്രിയയിലൂടെയാണ് ഹൈഡ്രജൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതാണ് ചോദ്യം. ഓക്കെ, സമ്പർക്ക പ്രക്രിയ, സയനൈഡ് പ്രക്രിയ, ഓസ്റ്റ്വാൾഡ് പ്രക്രിയ, ബോഷ് പ്രക്രിയ. ഓക്കെ, ഉത്തരം കമന്റ് ചെയ്തേ. അപ്പോൾ ഓപ്ഷൻ ഡി ബോഷ് പ്രക്രിയയാണ്. ഓപ്ഷൻ ഡി ബോഷ് പ്രക്രിയയാണ്. ബോഷ് പ്രക്രിയ. ശരി, സമ്പർക്ക പ്രക്രിയ ആകുമ്പോഴേ ഏതാ വരുന്നേ? സമ്പർക്ക പ്രക്രിയ ആകുമ്പോൾ ഏതാ ആൻസർ വരുന്നേ? സമ്പർക്ക പ്രക്രിയ ആകുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലെ. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഏത്? സമ്പർക്ക പ്രക്രിയ എന്നുള്ളത്. ഓക്കെ, അടുത്ത ഓസ്റ്റ്വാൾഡ് ഏതാ? ഓസ്റ്റ്വാൾഡ് ഏതാ പിള്ളേർ? ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. ഓസ്റ്റ്വാൾഡ് പ്രക്രിയ നൈട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡ് നിർമ്മാണ പ്രവർത്തനമാണ് ഏത്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. നൈട്രിക് ആസിഡ് നിർമ്മാണ പ്രവർത്തനമാണ് ഏത്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. ഓക്കെ, അതെ, ലാഫ് നിങ്ങൾ വിളിച്ചിരിക്കുന്നു. കമന്റ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡിന്റെ സൾഫ്യൂരിക് ആസിഡിന്റെ ഏതാണ്? സൾഫ്യൂരിക് ആസിഡിന്റേത് സമ്പർക്ക പ്രക്രിയ, അത് കോണ്ടാക്ട് പ്രോസസ് ആണ്. നമ്മുടെ നൈട്രിക് ആസിഡിന്റേതാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്. സയനൈഡ് പ്രക്രിയ എന്തിനാ ഉപയോഗിക്കുന്നത്? സയനൈഡ് പ്രക്രിയ എന്തിനാ ഉപയോഗിക്കുന്നത്? സയനൈഡ് പ്രക്രിയ നമ്മുടെ ഈ സ്വർണം അതുപോലെ തന്നെ സിൽവർ അതൊക്കെ അതിന്റെയൊക്കെ പ്രവർത്തനം, അതിന്റെയൊക്കെ വ്യാവസായിക നിർമ്മാണത്തിലുള്ള പ്രവർത്തനമാണ് ഏത്? ഈ പറയുന്ന സയനൈഡ് പ്രക്രിയ. ഇതൊക്കെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഏത്? സയനൈഡ് പ്രക്രിയ കേട്ടാ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശുദ്ധീകരണം അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ സമ്പർക്കം ഓർത്തിരിക്കുക. സമ്പർക്കം സൾഫ്യൂരിക് ആസിഡ്, അതുപോലെ സയനൈഡ് സ്വർണം വെള്ളി. ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രിക് ആസിഡും, ബോഷ് പ്രക്രിയ ഹൈഡ്രജനുമാണ്. ഇതൊക്കെ ഈ അർജുനതൊക്കെ എഴുതി വെക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അതിങ്ങനെ കേട്ടിരിക്കുകയാണോ? അർജുനതൊക്കെ എഴുതി വെക്കണം കേട്ടാ. ഓക്കെ, ശരി. വിയർക്കുമ്പോൾ വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കാൻ കാരണമാകുന്ന ബലം ഏതെന്നാണ് ചോദ്യം. വിയർക്കുമ്പോൾ വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുവാൻ കാരണമാകുന്ന ബലമാണ് ചോദ്യം. ഓപ്ഷൻ എ അഡിഷൻ ബലം, ഓപ്ഷൻ ബി കൊഹിഷൻ ബലം, ഓപ്ഷൻ സി പ്രതല ബലം, ഓപ്ഷൻ ഡി ഘർഷണ ബലം. ഓക്കെ, ഉത്തരം അറിയാന്നുള്ളത് കമന്റ് ചെയ്തേ. പിള്ളേരെ ഓപ്ഷൻ എ അഡിഷൻ ബലമാണ്. ഓപ്ഷൻ എ അഡിഷൻ ബലമാണ് ആൻസർ വരുന്നത്. അഡിഷൻ ബലമാണ് കേട്ടോ. വിയർക്കുമ്പോൾ വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കാൻ കാരണമാകുന്ന ബലം അഡിഷൻ ബലമാണ്. ഓക്കെ, എന്താണ് അഡിഷൻ ബലം? എന്താ പിള്ളേരെ? എന്തോ അഡിഷൻ ബലം? വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഏത്? വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഏത് പിള്ളേരെ? അഡിഷൻ ബലം എന്ന് പറയുന്നത്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഏത്? കൊഹിഷൻ ബലം. ഓക്കെ, ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഏത് പിള്ളേരെ? കൊഹിഷൻ ബലം. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഏത്? അഡിഷൻ ബലം. ഓക്കെ, അതൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇപ്പം സ്ത്രീയും പുരുഷനും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരല്ലേ? സ്ത്രീയും പുരുഷനും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഈ സ്ത്രീക്കും പുരുഷനും പരസ്പരം ആകർഷണം തോന്നുന്നു. ആകർഷണം തോന്നിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചിട്ട് എന്താ?
അടിയും പ്രശ്നമൊക്കെ ഉണ്ടാവാറില്ലേ? ഉണ്ടാവാറില്ലേ? ഓക്കെ. അങ്ങനെയൊക്കെ ഓർത്തിരിക്കുക കേട്ടോ, അഡിഷൻ ബലം. അപ്പൊ വ്യത്യസ്തരായ ആൾക്കാർ തമ്മിൽ അടിയുണ്ടാവുന്ന ഓർത്താൽ മതി. ആകർഷണം കേട്ടോ. അപ്പൊ ഇത് ആകർഷണം അങ്ങനെ ഓർത്തിരിക്കാം കേട്ടാ. ഞാൻ പറഞ്ഞ കറക്റ്റാണ്. ലവ് മാരേജ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. ക്ലിയർ ആണല്ലോ പിള്ളേരെ? ഓക്കെ. അപ്പൊ അഡിഷൻ ബലം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് എന്ത്? അഡിഷൻ ബലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഏത്? കോശം ബലം. ഓക്കെ, ക്ലിയർ ആണല്ലോ? പക്ഷെ അത് ഓർത്തിരിക്കുക. അപ്പോഴേ ഈ വസ്ത്രങ്ങൾ, അതായത് വസ്ത്രങ്ങൾ വിയർക്കുമ്പോൾ നമ്മൾ ശരീരം ഒട്ടിച്ചേരാൻ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് പിള്ളേരെ? ഓക്കെ, ഈ പറഞ്ഞ അഡിഷൻ ബലമാണ്. അഡിഷൻ ബലമാണ്. കാരണം നമ്മുടെ ഈ ഡ്രസ്സിലുള്ള തന്മാത്രകൾ വേറെയാണ്, നമ്മുടെ വിയർപ്പ് രൂപങ്ങളും അതിലുള്ള വാട്ടർ മോളിക്യൂൾസ് അത് വേറെയാണ്. അപ്പൊ അത് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്നു, ഒട്ടിച്ചേർന്ന് കിടക്കുന്നു. അപ്പൊ അതിനുള്ള കാരണം ഏതാണ് വിട്ടാലെ? അഡിഷൻ ബലമാണ് കേട്ടോ, ഓർത്തിരിക്കുക. ഓക്കെ. റെയിൽ പാളങ്ങൾക്കിടയിൽ വിടവ് ഇട്ടിരിക്കുന്നത് എന്തിനാണെന്നാണ് അടുത്ത ചോദ്യം. പ്രതലബലം പരിഗണിച്ച്, താപീയ വികാസം പരിഗണിച്ച്, കർഷണം കുറയ്ക്കാൻ, വിസ്കോസിറ്റി കൂട്ടാൻ. കമന്റ് ചെയ്തേ. ഉത്തരം അറിയാതില്ല, കമന്റ് ചെയ്തേ. അപ്പോൾ ഓപ്ഷൻ ബി താപീയ വികാസം പരിഗണിച്ചാണ് കേട്ടോ. നമ്മളെ റെയിൽ പാളങ്ങൾക്കിടയിൽ, നിങ്ങൾ റെയിൽ പാളം കാണാൻ ശ്രദ്ധിച്ചു, ഇടയ്ക്കിടയ്ക്ക് ഒരു വിടവുണ്ടാവും. മനസ്സിലായി? ഇടയ്ക്കിടയ്ക്ക് വിടവുണ്ടാവും. ഈ വിടവ് എന്തെന്ന് കേട്ട് കഴിഞ്ഞാല് അത് ഈ പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? താപീയ വികാസം, അതായത് മെറ്റലിൽ ചൂട് കൂടുന്ന സമയത്ത് വികാസം സംഭവിക്കും. അപ്പൊ അത് പരിഗണിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ റെയിൽ പാളങ്ങൾക്കിടയിൽ വിടവിട്ടിരിക്കുന്നത്. ഓർത്തിരിക്കുക. ഓക്കെ. ഇതൊക്കെ നമ്മുടെ ഈ പറയുന്ന പാലങ്ങളിലും വിടവിടാറുണ്ട് കേട്ടോ, പാലങ്ങളിലും വിടവിടാറുണ്ട്. ഓക്കെ, അതെല്ലാം താപീയ വികാസമാണ്. ഓക്കെ, ഇതെല്ലാം SCERT ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ NCERT ബേസ് ചെയ്തിട്ടുള്ള നല്ല നല്ല ചോദ്യങ്ങളാണ്. പഠിക്കുക നിങ്ങൾ. ഓക്കെ, നല്ലത് പഠിക്കുക. ഓക്കെ, ശരി. പിന്നെ ഡിഗ്രി ലെവലിന് പോണ ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ തവണ പറഞ്ഞു വിട്ടതാണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10th ലെവൽ പരീക്ഷയ്ക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പഠനവും ആ പരീക്ഷയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത് കേട്ടോ. ഈ പഠനവും ആ പരീക്ഷ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ഞാൻ പഠിച്ചതൊന്നും എനിക്ക് പരീക്ഷ ചോദിക്കും, അത് നമ്മൾ വേറെ പഠിക്കണം. മനസ്സിലായാ? ഓക്കെ. സ്റ്റക്കുണ്ടോ? ഇല്ലല്ലോ. സ്റ്റക്കുണ്ടോടാ? ഇല്ല. ഓക്കെ. ശരി. അപ്പൊ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ ആ പഠനവും ഈ പരീക്ഷയിൽ നിങ്ങൾ കൂട്ടി കുഴയ്ക്കരുത്. ഓക്കെ, ശരി. അടുത്ത ഡിഗ്രി ലെവലിൽ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് പഠിക്കണം. ഡിഗ്രി ലെവലിൽ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഡിഗ്രി ലെവലായാലും പഠിക്കാൻ നല്ലത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പഠിക്കാൻ തന്നെയാണ് ഡിഗ്രി ലെവലും പഠിക്കാൻ എളുപ്പം. മനസ്സിലായ? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് എങ്ങനെ ചോദിക്കും, എന്ത് ചോദിക്കും എന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ലെവലിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, ശരി. അടുത്ത് സൗരയൂഥത്തിൽ ശയനപ്രതിഷ്ഠ നടത്തുന്ന ഗ്രഹം ഏതെന്നാണ് ചോദ്യം. സൗരയൂഥത്തിൽ ശയനപ്രതിഷ്ഠ നടത്തുന്ന ഗ്രഹം ഏതെന്നാണ് ചോദ്യം. ഓക്കെ. പിള്ളേരെ ഒന്ന് കമന്റ് ചെയ്ത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. പിള്ളേരെ ഓപ്ഷൻ ഡി യുറാനസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം, ശയനപ്രതിഷ്ഠ നടത്തുന്ന ഗ്രഹം, ഇതൊക്കെ ഏതാണ്? യുറാനസ് ആണ്. ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം, ശയനപ്രതിഷ്ഠ നടത്തുന്ന ഗ്രഹം, ഇതൊക്കെ ഏതാണ്? യുറാനസ് ആണ്. പച്ചഗ്രഹം ഏതാ? പച്ചഗ്രഹം ഏതാ? പച്ചഗ്രഹവും യുറാനസ് ആണ്. കേട്ടോ. ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം, ഇതൊക്കെ യുറാനസ് ആണ്. പച്ചഗ്രഹവും ഏതാണ് പിള്ളേരെ? പച്ചഗ്രഹവും യുറാനസ് ആണ്. ഓർത്തിരിക്കുക. ശയനപ്രതിഷ്ഠ നടത്തുന്ന ഗ്രഹവും ഏതാണ്? യുറാനസ് ആണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്ത് 6ാമത്തെ ചോദ്യം. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഓപ്ഷൻസിൽ മൈക്കൽ ഫാരഡെ, എഡിസൺ, ഐസക് ന്യൂട്ടൺ, ഗലീലിയോ. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. കമന്റ് ചെയ്തേ. ആരാണ് പിള്ളേരെ? ന്യൂട്ടൺ ആണല്ലേ? ന്യൂട്ടൺ. ഓപ്ഷൻ സി ഐസക് ന്യൂട്ടൺ ആണ്. ആൻസർ വരുന്നത്. അടുത്ത് മനുഷ്യന്റെ ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദം ഏതാണ് ചോദ്യം. മനുഷ്യന്റെ ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദം. അൾട്രാസോണിക്, ഇൻഫ്രാസോണിക്, സബ്സോണിക്, സൂപ്പർ സോണിക്. ഓക്കെ, ഉത്തരം അറിയാന്നുള്ളൊരു കമന്റ് ചെയ്തേ. മനുഷ്യന്റെ ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദം ഏതാണ്? കുട്ടികളെ ഓപ്ഷൻ എ അൾട്രാസോണിക് ആണ് ആൻസർ. ഓപ്ഷൻ എ അൾട്രാസോണിക് ആണ് ആൻസർ. മനുഷ്യന്റെ ശ്രവണ പരിധി നമുക്കറിയാം. മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 20,000 ഹെർട്സ് വരെയാണ് എന്ത്? മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത്. അപ്പൊ ഈ ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദത്തെ പറയുന്ന പേരാണ്
അൾട്രാസോണിക് ശബ്ദം. എന്താ വളരെ അൾട്രാസോണിക് ശബ്ദം. അതായത് 20,000 ഹെർട്സിനേക്കാൾ കൂടി ശബ്ദത്തെ പറയുന്ന പേരാണ് അൾട്രാസോണിക് ശബ്ദം. അൾട്രാസോണിക് ശബ്ദം. ഇനി അടുത്ത് ഈ 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദത്തെ പറയുന്ന പേരെന്താ? 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദത്തെ പറയുന്ന പേരെന്താ? 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദത്തെ പറയുന്ന പേരാണ് ഇൻഫ്രാസോണിക് ശബ്ദം. എന്താ വളരെ ഇൻഫ്രാസോണിക് ശബ്ദം. ഓക്കെ, ഇൻഫ്രാസോണിക് ശബ്ദം കേട്ടാ. അപ്പൊ 20,000 ഹെർട്സിന് മുകളിലാണെങ്കിൽ 20 ഹെർട്സിന് മുകളിലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അൾട്രാസോണിക് ശബ്ദം എന്ന്. അതുപോലെ 20 ഹെർട്സിന് താഴെയാണെങ്കിൽ 20 ഹെർട്സിന് താഴെയാണെങ്കിൽ പറയുന്ന പേരാണ് ഇൻഫ്രാസോണിക് ശബ്ദം. എന്താണ് ഇൻഫ്രാസോണിക് ശബ്ദം? ഓക്കെ, ഈ സബ്സോണിക് എന്താണെന്ന് അറിയാമോ? സബ്സോണിക് എന്ന് വെച്ചാൽ ഒന്നുമില്ല വളരെ, ഈ ശബ്ദത്തിന്റെ വേഗത എത്രയാണ്? ശബ്ദത്തിന്റെ വേഗത, അതായത് നമ്മളെ വായുവിൽ ശബ്ദത്തിന്റെ വേഗത എത്രയാണ്? വായുവിൽ ശബ്ദത്തിന്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഈ ശബ്ദത്തിന്റെ വേഗത. അതിൽ താഴെയുള്ള ശബ്ദത്തിന്റെ വേഗതയേക്കാൾ താഴെയുള്ള ശബ്ദത്തെയാണ് എന്ത് പറയുന്നത്? അതിന് താഴെയുള്ള ശബ്ദത്തെയാണ് നമ്മൾ സബ്സോണിക് എന്ന് പറയുന്നത്. ശബ്ദത്തെ വേഗത്തേക്കാൾ കൂടുതലുള്ള അതിന് മുകളിലോട്ടുള്ള ശബ്ദത്തെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് സൂപ്പർസോണിക് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായ? അതായത് 340 മീറ്റർ പെർ സെക്കൻഡ് താഴെ ഉള്ളത് സബ്സോണിക്കും മുകളിലുള്ളത് സൂപ്പർസോണിക്കും. താഴെയുള്ളത് സബ്സോണിക്കും മുകളിലുള്ളത് സൂപ്പർസോണിക്കും. സൂപ്പർസോണിക് വിമാനം എന്ന് കേട്ടില്ലേ നിങ്ങള്? സൂപ്പർസോണിക് വിമാനം, ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനം, സൂപ്പർസോണിക് വിമാനം കേട്ടിട്ടില്ലേ നിങ്ങള്? ഓക്കെ, അത് ഓർത്തിരുന്നത്. നമ്മൾ പഠിക്കും, അതൊക്കെ ശബ്ദത്തെ കുറിച്ച് പഠിക്കുന്നത് മനസ്സിലാവും. അൾട്രാസോണിക്കും ഇൻഫ്രാസോണിക്കും ഓർത്തിരിക്കുക. അൾട്രാസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഈ മനുഷ്യന്റെ ശ്രവണ പരിധിയേക്കാൾ കൂടുതൽ. ഇൻഫ്രാസോണിക് എന്ന് വെച്ചാൽ മനുഷ്യന്റെ ശ്രവണ പരിധിയേക്കാൾ കുറഞ്ഞത്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി. ഇനി അടുത്ത് ശബ്ദത്തിന്റെ വേഗത എന്ന് വെച്ച് കഴിഞ്ഞാൽ 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശബ്ദം സഞ്ചരിക്കുന്നത്, ശബ്ദം സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. അതുകൊണ്ട് വായുവിലെ വേഗതയാണ് ഈ പറയുന്നത്. വായുവിലെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ അതിനേക്കാൾ കൂടിയതാണ് സൂപ്പർസോണിക്, അതിനേക്കാൾ കുറഞ്ഞതാണ് സബ്സോണിക്. അതിനേക്കാൾ കുറഞ്ഞതാണ് ഇതുപോലെ സബ്സോണിക് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത് ബ്രാസ് ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? ബ്രാസ് ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരം എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ചെമ്പ് ഇരുമ്പ്, ചെമ്പ് സിങ്ക്, ചെമ്പ് ടിന്ന്, ചെമ്പ് അലുമിനിയം. ബ്രാസ് എന്ന് പറഞ്ഞാൽ പിച്ചളയാണ്, പിച്ചള. ഓക്കെ, ഏതാ പിള്ളേർ ആൻസർ? ഏതാണ് ആൻസർ? പിള്ളേർ ഓപ്ഷൻ ബി ചെമ്പ് സിങ്ക് ആണ്. ഓപ്ഷൻ ബി ചെമ്പ് സിങ്ക് ആണ്. ചെമ്പ് സിങ്ക് ഈ നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടെണ്ണം നമുക്ക് ചോദിക്കാറുണ്ട്. അതായത് ബ്രാസും ചോദിക്കാറുണ്ട്, ബ്രോൺസും ചോദിക്കാറുണ്ട്. മനസ്സിലായ? ബ്രാസും ചോദിക്കാറുണ്ട്, ബ്രോൺസും ചോദിക്കാറുണ്ട്. ബ്രോൺസ് എന്ന് വെച്ചാൽ എന്താണ്? ബ്രോൺസ് എന്ന് വെച്ചാൽ ഓടാണ് അല്ലേ? ബ്രോൺസ് എന്ന് വെച്ചാൽ എന്താണ്? ഓടാണ്, ഓട്. ബ്രോൺസ് എന്ന് വെച്ചാൽ ഓടാണ്. അപ്പൊ അതിനൊരു കണക്ഷൻ ഉണ്ട്. ഓടിക്കോ, ഓടിക്കോ എന്താ പറയും? ഓടിക്കോ എന്ന് ഓർത്ത് വെച്ചിരുന്നത്. ഓടിക്കോ, ഓടിക്കോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഓടെന്ന് പറഞ്ഞാൽ ടിന്ന് കോപ്പർ. എന്താണ് പിള്ളേരെ? ടിന്ന് കോപ്പർ, ടിന്ന് കോപ്പർ. ഓടിക്കോ എന്ന് വെച്ചാൽ എന്താണ്? ടിന്ന് കോപ്പർ. ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ അത് ആ രീതിയിൽ ഓർത്തിരിക്കുക. അപ്പം ബ്രൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാണ്. ഓടിൽ വരുന്നത് ടിന്നും കോപ്പറുമാണ്, അതായത് ചെമ്പും ടിന്നുമാണ് വരുന്നത്. പിച്ചളയിൽ വരുന്നത് ചെമ്പും സിങ്കുമാണ്. ചെമ്പും സിങ്കുമാണ് ഏത് വരുന്നത്? പിച്ചളയിൽ വരുന്നത്. പിച്ചളയിൽ വരുന്നത് ചെമ്പും സിങ്കുമാണ്. ചെമ്പും സിങ്കുമാണ്. ഓക്കെ, സാമ്പാർ ഒക്കെ കമന്റ് ചെയ്യണം. സാമ്പാർ ഉച്ചയ്ക്ക് ചോറ് വെച്ചിന് കഥയൊക്കെ പറയുന്നു. നേരത്തെയുള്ള കമന്റ് ആണ്, 10 മിനിറ്റ് മുമ്പുള്ള കമന്റ് ഇപ്പൊ വന്നതാണ്. ഐ തിങ്ക് എന്റെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാം. എന്റെ ആപ്ലിക്കേഷന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നത്. ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ശരിയാവുമായിരിക്കും. നിങ്ങൾക്ക് ഈ നേരത്തെയുള്ള കമന്റ് സമ്പർക്ക പ്രക്രിയയുടെ സാമ്പാർ ആയിരിക്കും വന്നേടാ. നേരത്തെ നമ്മൾ സമ്പർക്ക പ്രക്രിയ പഠിച്ചില്ലായിരുന്ന? നിങ്ങൾക്ക് പഴയ കമന്റ് ഇപ്പൊ കയറി വരുന്നുണ്ടാക്കെങ്കിലും ഇല്ലല്ലോ. അപ്പൊ എന്റെ ആപ്ലിക്കേഷന്റെ പ്രശ്നമായിരിക്കും. ഓക്കെ, നോക്കാം. ലാപ്ടോപ്പിൽ തന്നെ ഓൾറെഡി സ്ലോ ആയിട്ട് വരത്തുള്ളൂ. ലാപ്ടോപ്പിൽ ഓൾറെഡി പിന്നെ പയ്യെ പയ്യെ കമന്റ് വരത്തുള്ളൂ. ഓക്കെ, നോക്കട്ടെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ നോക്കട്ടെ. വേറൊരു മാർഗം കിട്ടിയിട്ടുണ്ട്. കമന്റ് മാത്രം ഓപ്പൺ ആയി കഴിഞ്ഞാല് സാറിന്റെ പ്രോബ്ലം. എല്ലാം എന്റെ കുഴപ്പം തന്നെ, നിന്നെയൊക്കെ പഠിപ്പിക്കുന്നത് എന്റെ കുഴപ്പം തന്നെ. എന്റെയും കുറച്ച് ദിവസമായിട്ട് അങ്ങനെ സാറാ വരുന്നത്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും പ്രശ്നമുണ്ട്. ഓക്കെ, നമുക്ക് രണ്ടുപേർക്കും പ്രശ്നമുണ്ട് വളരെ. ഓക്കെ, എന്റേതിലും അങ്ങനെ സാർ കമന്റ് ഒരുപാട് ലേറ്റ് ആയിട്ടാ വരുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് എല്ലാവർക്കും കുഴപ്പമുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ശരിയാക്കാം. നമുക്ക് മഴയെ പഠിച്ചു തരാം വേണമെങ്കിൽ. ഓക്കെ, ശരി, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം: ഹൈഡ്രജൻ വേപ്പർ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം. ഹൈഡ്രജൻ വേപ്പർ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം.
ഓക്കെ, കമന്റ് ചെയ്തേ, ഈസി ക്വസ്റ്റ്യൻ ആണ്. വളരെ ഓപ്ഷൻ എ നീലയാണ്. നീല ഓപ്ഷൻ എ നീലയാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കണം കേട്ടോ. ഹൈഡ്രജൻ, ജലത്തിൽ ഹൈഡ്രജൻ ഉണ്ട്. നീല സ്വർണം എന്നറിയപ്പെടുന്നത് ജലമാണ്. നീല സ്വർണം എന്നറിയപ്പെടുന്നത് ജലമാണ്. അപ്പൊ നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ രീതിയിൽ നമുക്ക് എന്ത് ഓർത്തിരിക്കാൻ പറ്റും പിള്ളേരെ? നീലയാണ് ഹൈഡ്രജൻ വേപ്പർ ലാമ്പിന്റെ നിറം എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ഹൈഡ്രജൻ വേപ്പർ ലാമ്പിന്റെ നിറം നീലയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നീല. ശരി. അടുത്ത് ബയോഗ്യാസിന്റെ പ്രധാന ഘടകം. അടുത്ത ചോദ്യം, ബയോഗ്യാസിന്റെ പ്രധാന ഘടകം. ബ്യൂട്ടൈൻ, പ്രൊപ്പൈൻ, മീഥൈൻ, ഈഥൈൻ. ബയോഗ്യാസിന്റെ പ്രധാന ഘടകമാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, കമന്റ് ചെയ്ത് ഏതാ ആൻസർ? ബയോഗ്യാസിന്റെ പ്രധാന ഘടകം ഏതാ പിള്ളേരെ? ഓപ്ഷൻ സി മീഥേൻ ആണ്. ഓപ്ഷൻ സി മീഥേൻ ആണ് ആൻസർ. ഓപ്ഷൻ സി മീഥേൻ ആണ്. ഒരു സെക്കൻഡ് ലാപ്ടോപ്പിൽ കമന്റ് നേരെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഓപ്ഷൻ സി മീഥേൻ ആണ്. ശരി, അടുത്ത ചോദ്യം. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൌ എന്ന ചിത്രം വരച്ചത് ആരാണ്? റിലീഫ് ഓഫ് ലക്നൌ എന്ന ചിത്രം വരച്ചതാണ് ചോദ്യം. ഓപ്ഷൻ തോമസ് ബാർക്കർ, തോമസ് പാറ്റൺ, അമൃത ഷേർഗിൽ, അവനീന്ദ്രനാഥ് ടാഗോർ. റിലീഫ് ഓഫ് ലക്നൌ എന്ന ചിത്രം വരച്ചതാണ് ചോദ്യം. ഓക്കെ, കമന്റ് ചെയ്തേ. റിലീഫ് ഓഫ് ലക്നൌ, റിലീഫ് ഓഫ് ലക്നൌ തോമസ് ബാർക്കർ ആണ്. ഓപ്ഷൻ എ തോമസ് ബാർക്കർ ആണ് ആൻസർ. തോമസ് ബാർക്കർ ആണ് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏതെങ്കിലും ക്ലാസ് കണ്ടതായിട്ട് റിലീഫ് ഓഫ് ലക്നൌ? കണ്ടിട്ടുള്ള ആൾക്കൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ നമ്മൾ ഈ ബാറിൽ കയറി രണ്ടെണ്ണം അടിക്കുമ്പോഴേ നമുക്ക് റിലീഫ് കിട്ടും കേട്ടോ. അങ്ങനെ ഓർത്ത് വെച്ചാൽ ബാറിൽ കയറി, ബാറ് മദ്യ വിൽപ്പനശാല, ബാറിൽ കയറി രണ്ടെണ്ണം അടിക്കുമ്പോൾ നമുക്ക് റിലീഫ് കിട്ടും ഓർത്തായി പിള്ളേരെ. അപ്പം ഈ പറയുന്ന തോമസ് ബാർക്കർ ആണ് എന്ത് വരച്ചത്? റിലീഫ് ഓഫ് ലക്നൌ എന്ന ചിത്രം വരച്ചത് ഓർത്തിരിക്കുക. ഇത് ചോദിച്ചിട്ടുള്ള ചിത്രമൊക്കെയാണിത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ചാണ്? എവിടെ വെച്ചെന്നാണ് ചോദ്യം. ഇർവാദ ജയില്, സബർമതി, ആഗാഖാൻ കൊട്ടാരം, തിഹാർ ജയില്. ഓക്കെ, കമന്റ് ചെയ്തേ. ഇവിടെ ഓപ്ഷൻ സി ആഗാഖാൻ കൊട്ടാരമാണ് ആൻസർ. ഓപ്ഷൻ സി ആഗാഖാൻ കൊട്ടാരമാണ്. കസ്തൂർബ ഗാന്ധി അന്തരിച്ചപ്പോഴെന്നറിയോ? 1944 ഫെബ്രുവരി 22-നാണ്. 1944 ഫെബ്രുവരി 22-നാണ് കസ്തൂർബ ഗാന്ധി അന്തരിക്കുന്നത്. കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ചെന്ന് കേട്ട് കഴിഞ്ഞാല് ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ് കസ്തൂർബ ഗാന്ധി എന്ത് ചെയ്തത് പിള്ളേരെ? അന്തരിച്ചത് കേട്ടോ. ഓക്കെ, ശരി. അടുത്ത്, രണ്ടാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ശ്രീമൂലം തിരുനാൾ, റാണി സേതുലക്ഷ്മി ബായ്, പാർവതി ബായ്, ശ്രീ ചിത്തിര തിരുനാൾ. ഓക്കെ, കമന്റ് ചെയ്തേ. രണ്ടാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? അപ്പോൾ ഓപ്ഷൻ ബി റാണി സേതുലക്ഷ്മി ബായ് ആണ്. ഓപ്ഷൻ ബി റാണി സേതുലക്ഷ്മി ബായ് ആണ്. ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം ഏത് വർഷമാണ്? ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം ഏത് വർഷം? 1925. 1925. ഓക്കെ, 1925-ലാണ്. 25 സന്ദർശിച്ചത് ആരെയാണ്? റാണി സേതുലക്ഷ്മി ബായി ആണ് 25 എന്ത് ചെയ്തപ്പോൾ ഗാന്ധിജി സന്ദർശിച്ചത് കേട്ടോ. 20, 25, 27, 34, 37 ഗാന്ധിജിയുടെ സന്ദർശനങ്ങൾ. ഓക്കെ, മാസങ്ങൾ അമ്മോ ജാനു എന്നൊക്കെ മാസം പഠിക്കാൻ പറ്റുന്ന കോഡുണ്ട്. അമ്മോ ജാനു. ഓ, അത് കോഡുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം അതിനകത്തോട് കേട്ടോ. ഓക്കെ, അടുത്ത് ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വർഷം 1882, 1888, 1982, 1964. സ്വതന്ത്ര ബ്രിട്ടീഷ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഓക്കെ, കമന്റ് ചെയ്ത് ആൻസർ കമന്റ് ചെയ്തേ. വളരെ ഓപ്ഷൻ എ 1882-ആണ്. 1882-ആണ് കേട്ടോ. ഓക്കെ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1882-ആണ്. 1882-ആണ്. ഹണ്ടർ കമ്മീഷൻ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ് കേട്ടോ. റിപ്പൺ പ്രഭുവാണ് ഹണ്ടർ കമ്മീഷൻ എന്ത് ചെയ്ത പിള്ളേരെ നിയമിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനും ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ് കേട്ടോ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനും ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ് കേട്ടോ. ഓക്കെ, ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിക്കാൻ വേണ്ടി INC നിയമിച്ച കമ്മീഷൻ ഏതാ?
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിക്കുന്നതിന് വേണ്ടി INC നിയമിച്ച കമ്മീഷൻ ഏതാ? അവിടെ അബ്ബാസ് തിയാബ്ജി കമ്മീഷനാണ്. അബ്ബാസ് തിയാബ്ജി. അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഏത് കമ്മീഷൻ? ഹണ്ടർ കമ്മീഷൻ. ഓക്കെ. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷനും അത് അന്വേഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷനും ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ്. അപ്പോഴ് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് INC നിയമിച്ച കമ്മീഷൻ, ഇന്റർനാഷണൽ കോൺഗ്രസ് നിയമിച്ച കമ്മീഷൻ ഏതെന്ന് കഴിഞ്ഞാൽ അത് അബ്ബാസ് തിയാബ്ജി കമ്മീഷനാണ്. ഇതൊക്കെ ഓർത്തിരിക്കുക. ഇതൊക്കെ നല്ല ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ. അടുത്ത്, സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞ പഞ്ചവത്സര പദ്ധതി. സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞ പഞ്ചവത്സര പദ്ധതിയാണ് ചോദ്യം. 8, 5, 7, 9 കമന്റ് ചെയ്തേ. പ്രീവിയസ് ചോദ്യം അതുപോലെ കിട്ടിക്കുന്നതാണ്. പ്രീവിയസ് ആണത്. അവിടെ ഓപ്ഷൻ സി 7ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഈ ഓപ്ഷൻ സി 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞ പഞ്ചവത്സര പദ്ധതി 7ാം പഞ്ചവത്സര പദ്ധതിയാണ് ആൻസർ വരുന്നത്. അടുത്ത് 56ാമത്തെ ചോദ്യം. 3 ദിവസത്തെ തമാശയെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് ആരാണ്? 3 ദിവസത്തെ തമാശയെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ച ആരാണ്? ഡഫറിൻ പ്രഭു, കഴ്സൺ പ്രഭു, AK ദത്ത, ബാലഗംഗാധര തിലകൻ. ഓക്കെ, കമന്റ് ചെയ്തേ. എടാ 3 ദിവസത്തെ തമാശ പറഞ്ഞാണല്ലോ. എടാ ഓപ്ഷൻ സി AK ദത്തയാണ് കേട്ടാ. 3 ദിവസത്തെ തമാശ എന്ന് പറഞ്ഞത് AK ദത്തയാണ്. നിങ്ങൾ അറിഞ്ഞാത്തത് പിള്ളേരെ അറിഞ്ഞാത്ത അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്. മനസ്സിലായി? എനിക്ക് ഈ മോക്ക് ടെസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ ഈ അറിഞ്ഞാത്തത് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് പേടിയാണ് വരുന്നത്. ഓക്കെ, അറിഞ്ഞാത്ത അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്. ശ്രദ്ധിച്ച് ചെയ്യും നിങ്ങൾ. ഓക്കെ, AK ദത്തയാണ് കേട്ടോ. AK ദത്ത. ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. 3 ദിവസത്തെ ദിവസത്തെ രത്ത. മനസ്സിലായ? 3 ദിവസത്തെ അല്ല ദിത്തെ അങ്ങനെ പിടിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, 3 ദിവസത്തെ പിടിക്കാൻ പറ്റും കേട്ടാ. ദിവസത്തെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് ഓർത്തിരുന്നാൽ മതി. മനസ്സിലായ? ദിത്തെ. ഓക്കെ, AK ദത്ത. അടുത്ത ചോദ്യം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി മിന്റോ ഫസ്റ്റ്. വിഭജന സമയത്ത് INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡ്. ഓക്കെ, കമന്റ് ചെയ്തേ. ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി മിന്റോ ഫസ്റ്റ് അല്ല, മിന്റോ സെക്കൻഡ് ആണ് കേട്ടോ പിള്ളേരെ. മിന്റോ സെക്കൻഡ് ആണ്. 3 ചോദ്യങ്ങൾ പഠിച്ചു വെച്ചോളാം. 3 ചോദ്യങ്ങള്. ബംഗാൾ വിഭജനം പുറപ്പെടുവിച്ചത് ആരെന്ന് കേട്ട് കഴിഞ്ഞാല് ആരാണ്? അത് കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം പുറപ്പെടുവിച്ച കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് മിന്റോ സെക്കൻഡ് ആണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ബംഗാൾ വിഭജനം പിൻവലിച്ചത് ആരാ പിള്ളേരെ? പിൻവലിച്ചത് ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. ഈ 3 ചോദ്യങ്ങൾ മറക്കരുത്. ഓക്കെ, മിന്റോ സെക്കൻഡ് ആണ് വരേണ്ടത്. ഓക്കെ, വിഭജന സമയത്ത് INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ. ശരിയാണ് കേട്ടാ, ശരിയാണ്. 1905 INC പ്രസിഡന്റ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര്? ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ, ആനി ബസന്റ്, മദൻ മോഹൻ മാളവ്യ. ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി ആനി ബസന്റ് ആണ്. എല്ലാവരും കമന്റ് ചെയ്യണേ. ഉത്തരം കണ്ട് എല്ലാവരും കമന്റ് ചെയ്യണം. ഓപ്ഷൻ സി ആനി ബസന്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പുറത്തുനിന്നുള്ള ആളാണ് പറയേണ്ടത്. നോക്കി, ഇങ്ങനെ പറയണ്ടേ. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ അവകാശമല്ല, ഔദാര്യമല്ല, അത് ഇന്ത്യയുടെ അവകാശമാണ്. മനസ്സിലായി? പുറത്തുനിന്ന ആളെ പറയുന്നത് അല്ലേ? നിങ്ങളുടെ ഔദാര്യം ഒന്നും അല്ല, അത് അവരുടെ അവകാശമാണ്. അപ്പൊ ആനി ബസന്റ് പുറത്തുനിന്ന് വന്നിട്ട് എന്ത് സ്വീകരിച്ച ആളാണ്? ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ആളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക. ഇങ്ങനെ പറഞ്ഞാൽ ഓർത്താൽ മതി. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, അത് ഇന്ത്യയുടെ അവകാശമാണെന്ന് പുറത്തുനിന്ന ആള് പറഞ്ഞ് ഓർത്താൽ മതി കേട്ടാ. ഓക്കെ, അത് ആനി ബസന്റാ പറഞ്ഞത്. ഓക്കെ, ആനി ബസന്റ് ജന്മസ്ഥലം എവിടെയാണ്? അയർലൻഡാണ്. ആനി ബസന്റ് അയർലൻഡുകാരിയാണ്. ഓക്കെ, ശരി. ജെയിംസ് ഡാറ ഈ പേര് കേട്ടോ? ജെയിംസ് ഡാറ ആരെന്ന് കേട്ട് കഴിഞ്ഞാല് നമ്മുടെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ സ്ഥാപിച്ച ജെയിംസ് ഡാറ.
ഇയാളും ഏത് രാജ്യക്കാരനാണ്? ഇയാളും അയർലൻഡുകാരാണ്. ജെയിംസ് സ്റ്റാർ അയർലൻഡുകാരനാണ്. അത് പ്രീവിയസ് ചോദ്യമാണ്. ജെയിംസ് സ്റ്റാർ ഏത് രാജ്യക്കാരനാണ്? അയർലൻഡാണ്. അയർലൻഡ് പ്രീവിയസ് ചോദ്യമാണ്. പ്രീവിയസ് ചോദ്യം. അടുത്ത് മാസ്റ്റർ ദ 1859 ആലപ്പുഴ. 1859 ആലപ്പുഴയാണ് ആൻസർ. അടുത്ത 9ാം ചോദ്യം, മാസ്റ്റർ ദ എന്നറിയപ്പെട്ടിരുന്ന വിപ്ലവകാരി ആരാണ്? മാസ്റ്റർ ദ എന്നറിയപ്പെട്ടിരുന്ന വിപ്ലവകാരി ആരാണ്? സൂര്യ സെൻ, ഭഗത് സിംഗ്, സുഖദേവ്, സുരേന്ദ്രനാഥ് ബാനർജി. കമന്റ് ചെയ്തേ. വളരെ പ്രീവിയസ് ചോദ്യമാണ്. ഓപ്ഷൻ എ മാസ്റ്റർ ദ എന്നറിയപ്പെടുന്ന സൂര്യ സെൻ ആണ്. സൂര്യ സെൻ ആണ് ആൻസർ. സൂര്യ സെൻ. ഓക്കെ. അടുത്ത് ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം 1896 കൊൽക്കത്ത, 1909 ലാഹോർ, 1912 ബംഗിപ്പൂർ, 1911 കൊൽക്കത്ത. ഓക്കെ, കമന്റ് ചെയ്തേ. പിള്ളേരെ ഓപ്ഷൻ ഡി 1911 കൊൽക്കത്ത. 1911 കൊൽക്കത്ത. 1911 കൊൽക്കത്തയാണ്. ഓക്കെ, 1911 കൊൽക്കത്ത. ഈ ഓപ്ഷൻ എയിൽ കിടക്കുന്ന 1896 കൊൽക്കത്തയും ഒരു ആൻസർ ആണ്. എന്താണ് ആൻസർ? വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് 1896 കൊൽക്കത്തയാണ്. 1896 കൊൽക്കത്തയാണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് കേട്ടാ. ഓക്കെ, 1911 കൊൽക്കത്ത. 1911 കൊൽക്കത്തയാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത്. ഓക്കെ, രണ്ടും വായിക്കുന്നത് ടാഗോർ തന്നെ, രണ്ടും ആലപിക്കുന്നത് ടാഗോർ തന്നെയാണ്. പക്ഷെ 1911 കൊൽക്കത്തയിൽ ജനഗണമന വായിച്ചത് പക്ഷെ വേറെ ആളുടെ പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? അത് സരളാദേവി ചൗധുറാണി. സരളാദേവി ചൗധുറാണിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. അതായത് 1896 ഈ കൊൽക്കത്ത സമ്മേളനത്തിൽ വന്ദേമാതരം പാടിയതും 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന പാടിയതും രണ്ടും ആര് തന്നെയാണ്? രണ്ടും ടാഗോർ തന്നെയാണ്. പക്ഷെ രണ്ടാമത്തെ ആൻസർ, അതായത് ഈ ജനഗണമനയുടെ ആൻസറിൽ വേറൊരു പേര് നമ്മൾ പഠിക്കുന്നുണ്ട്, സരളാദേവി ചൗധുറാണി. ഇദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവ് തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു അനന്തരവളാണ് സരളാദേവി ചൗധുറാണി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഓക്കെ, ജമ്മു ശ്രീനഗർ, ഉത്തരാഖണ്ഡ് ടിബറ്റ്, ഹിമാചൽ ടിബറ്റ്, ശ്രീനഗർ കാർഗിൽ. ഞാൻ പറയുമ്പോഴേ കമന്റ് ചെയ്യാം, ചാടിക്കറി കമന്റ് ചെയ്യരുത് കേട്ടോ. ഉത്തരാഖണ്ഡ് ടിബറ്റ്. ഓക്കെ, ലിപുലേഖ് ചുരം ഉത്തരാഖണ്ഡ് ടിബറ്റ് ആണ്. ഓക്കെ, നമ്മളെ കണക്ഷനെ കൊടുത്തിട്ടുണ്ട്. ഡിബേറ്റില് ഉത്തരം പറയുന്നത് ലിപ്പ് കൊണ്ടാണ്. അതിനെ കൊടുത്തത് ഡിബേറ്റില് നമ്മൾ ഡിബേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണുള്ളത്? ഡിബേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സംവാദം അല്ലെ. ഡിബേറ്റിൽ നമ്മൾ ഉത്തരം പറയുന്നത് ലിപ്പ് കൊണ്ടാണ് നോർത്താതെ. അപ്പൊ ലിപുലേഖ് ചുരം ഉത്തരാഖണ്ഡ് ടിബറ്റ് ആണ് കേട്ടോ, ലിപുലേഖ് ചുരം. ഓക്കെ, അടുത്ത് ഇന്ത്യൻ ഭൂഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓക്കെ, ഇന്ത്യൻ ഭൂഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ചോദ്യം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ. കമന്റ് ചെയ്തേ. വളരെ ഓപ്ഷൻ ഡി അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനാണ് ആൻസർ. അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, ഈ ഇന്ത്യൻ ഭൂഖണ്ഡം അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റൽ എന്ന് പറയും കേട്ടോ. അതിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാന്ന് കേട്ട് കഴിഞ്ഞാല് ഇവിടെ പറയുന്ന 3 ഉണ്ട്. അതായത് പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, നേപ്പാളുണ്ട്. പാകിസ്ഥാനും ബംഗ്ലാദേശും നേപ്പാളും ഉണ്ട്. പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശുണ്ട്, നേപ്പാളുണ്ട്. പിന്നെ ഏതുണ്ട്? ഇന്ത്യയുണ്ട്. ഭൂട്ടാനുണ്ട്. ഭൂട്ടാനുണ്ട്. പിന്നെ ശ്രീലങ്കയും മാലിദ്വീപും ഉണ്ട്. ഓക്കെ, അതായത് പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, നേപ്പാളുണ്ട്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാളുണ്ട്. പിന്നെ ഇന്ത്യയുണ്ട്, ഭൂട്ടാനുണ്ട്, ശ്രീലങ്കയും മാലിദ്വീപും ഉണ്ട്. അപ്പൊ ഇതാണ് ഏത്? ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ. അത് ഓർത്തിരുന്നോളാം കേട്ടോ. ഓക്കെ, ശരി. അടുത്ത് ഇന്ത്യയിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ നൈനിറ്റാൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ചോദ്യം. നൈനിറ്റാള് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, പശ്ചിമ ബംഗാൾ. ഓക്കെ, കമന്റ് ചെയ്തേ. നൈനിറ്റാൾ അത് വലിയ പാടുള്ള ക്വസ്റ്റ്യൻ അല്ല. നൈനിറ്റാള് എവിടെയാണ് ഉള്ളത്? ഓപ്ഷൻ എ ഉത്തരാഖണ്ഡാണ്. ആൻസർ. ഉത്തരാഖണ്ഡിലാണ് നൈനിറ്റാൾ സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, അടുത്ത് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. ഓപ്ഷനൊക്കെ വായിച്ചു നോക്കി. അക്ഷാംശ വ്യാപ്തി കമന്റ് ചെയ്തേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി, അതായത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്,
37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. നിങ്ങൾ ഈ വർഷം എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന മിനിമം ഞാൻ പറയണത്, മിനിമം ഞാൻ പറയുകയാണ്, ഉറപ്പായിട്ടും വരാൻ പോകുന്ന ഒരു ചോദ്യമാണ് ഈ പറയുന്ന അക്ഷാംശ വ്യാപ്തിയും രേഖാംശ വ്യാപ്തിയും. പഠിച്ചു വെച്ച ഒരു മാർക്ക് കിട്ടും. പലർക്കും തെറ്റിപ്പോകുന്ന സാധനം കൂടിയാണത്. മനസ്സിലായ? ഓക്കെ. പെട്ടെന്ന് നമ്മൾ വെപ്രാളം കാണിച്ച് തെറ്റിക്കുന്ന സാധനം കൂടിയാണത്. ഓക്കെ, ശരി, ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാർക്ക് വീണ സാധനം കൂടിയാണ്. അടുത്ത് ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ചോദ്യം. അലഹബാദ്, ഹാൽഡിയ, സാദിയ, ധൂബ്രി, കാക്കിനാട, പുതുച്ചേരി, കൊല്ലം, കോഴിക്കോട്. കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി സാദിയ ധൂബ്രിയാണ്. സാദിയ ധൂബ്രി. ഓക്കെ, സാദിയ ധൂബ്രി. ഞാനത് കണക്ഷൻ പറഞ്ഞിട്ടുണ്ട് വളരെ. ദേശീയപാത 2 പഠിക്കാനാണ്. ദേശീയപാത 2 പഠിക്കാനായിട്ട് ഇങ്ങനെ ഓർത്താൽ മതി. നമ്മൾ 2ന് ദോ എന്നാണ് പറയുന്നത്. 2ന് നമ്മൾ ഹിന്ദിയിൽ ദോ എന്നാണ് പറയുന്നത്. ദോ ധൂബ്രി കേട്ടോ. ദോ ധൂബ്രി ഓർത്തുന്ന കേട്ടോ. ദോ എന്നാണ് പറയുന്നത്. 2ന് നമ്മൾ ദോ എന്ന് പറയും. ദോ ധൂബ്രി. ഓക്കെ എന്ന് ഓർത്തുന്ന മതി. അടുത്ത് ഒന്നാമത്തത് അലഹബാദ്, ഹാൽഡിയ. ഞാൻ അതും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ഒന്നാമതായി കാണുന്നത് ഹാളാണ് അല്ലേ? നമ്മൾ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ നമ്മൾ ഒന്നാമതായി കാണുന്ന ഹാളാണ്. നമ്മൾ ഹാളിൽ ഇരുന്നാണ് അലയ്ക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഹാളിലാണ്. അപ്പൊ ഹാളിൽ അലപ്പെന്നോർത്താ കേട്ടോ. അപ്പൊ ഒന്നാമതായി നമ്മൾ കാണുന്നത്, വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നമ്മൾ ഒന്നാമതായി കാണുന്നത് ഹാളാണ്. ഹാളിൽ നമ്മൾ അലയ്ക്കുമെന്ന് ഓർത്താൽ മതി. മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പം അത് ഓർത്തിരിക്കുക. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇയാളത് എന്ത് അങ്ങ് പറയണം, അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് അങ്ങോട്ട് കണക്ട് ആവുന്നില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ ചോദ്യം കാണാൻ നിങ്ങൾക്ക് കിട്ടും. അതാണ് എന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഏറ്റവും കൂടുതൽ അയൽ രാജ്യങ്ങളുമായി വാട്ടർവേ 3 എവിടെയാ? അത് കൊല്ലം കോട്ടപ്പുറം, കേരളത്തിലല്ലേ? സ്ഥിരം ചോദിക്കുന്നത് കൊല്ലം കോട്ടപ്പുറം. അത് കൊല്ലം കോട്ടപ്പുറം. ഓക്കെ, ശരി. ഏറ്റവും കൂടുതൽ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ചോദ്യം. കോഴിക്കോട് തന്നെ, കോഴിക്കോട്. സിക്കിം, അരുണാചൽ പ്രദേശ്, പശ്ചിമ ബംഗാള്, അസം, അരുണാചൽ പ്രദേശ്, സിക്കിം, അസം, പശ്ചിമ ബംഗാള്. ഓക്കെ, ശരി. ഇത് നമ്മളെ ഒരു ഇന്ത്യയുടെ മാപ്പൊക്കെ അറിയാമെങ്കിൽ ഈസിയായിട്ട് എഴുതാൻ പറ്റുന്ന ആൻസർ ആണ്. ഒന്ന് കമന്റ് ചെയ്തേ, ഏതാ ആൻസർ? പിള്ളേരെ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. എടാ, ഈ അസം നിങ്ങൾ നോക്കി, അസം കുറച്ച് ഉള്ളിലോട്ടാണ്. ഇത് 3 വെളിയിൽ കിടക്കുന്ന സാധനങ്ങൾ. അതായത് സിക്കിം, അരുണാചൽ പ്രദേശ്, പശ്ചിമ ബംഗാൾ കേട്ടോ. ആ രീതിയിൽ നിങ്ങൾ ആ മാപ്പൊക്കെ നോക്കി വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇത് പഠിക്കും നിങ്ങൾ കേട്ടോ. അതിർത്തി പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ നിങ്ങൾ പറഞ്ഞു റിവിഷൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സിക്കിം, അരുണാചൽ പ്രദേശ്, പശ്ചിമ ബംഗാളാണ് ആൻസർ വരുന്നത്. സിക്കിം, അരുണാചൽ പ്രദേശ്, പശ്ചിമ ബംഗാളാണ് ആൻസർ വരുന്നത്. അടുത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേറ്റമാണ് ചോദ്യം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേറ്റം. ഇന്ദിരാ പോയിന്റ്, കന്യാകുമാരി, ഇന്ദിരാ കോള്, തിരുവനന്തപുരം. കമന്റ് ചെയ്തേ. തെക്കേറ്റമാണ് ചോദിക്കുന്നത്. തെക്കേറ്റം. ഓപ്ഷൻ ബി കന്യാകുമാരി. ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്ത്യൻ ഉപഭൂഖണ്ഡം ചോദിച്ചാൽ ആൻസർ കന്യാകുമാരിയാണ് കേട്ടോ. കന്യാകുമാരി. ഓപ്ഷൻ ബി കന്യാകുമാരിയാണ് ആൻസർ. അടുത്ത് 8ാമത്തെ ചോദ്യം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സംസ്ഥാനം? കേരളം, തമിഴ്നാട്, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ. കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി തമിഴ്നാട്. എല്ലാവരും കമന്റ് ചെയ്യണേ. ഉത്തരം കിട്ടുന്ന എല്ലാവരും കമന്റ് ചെയ്യണേ. ആ സ്ഥലം നമുക്കറിയാലോ. സ്ഥലം ഏതാ പിള്ളേരെ? സെക്കൻഡ്. സ്ഥലം നീലഗിരിയാണ് കേട്ടോ. നീലഗിരിയാണ് സ്ഥലം. ഓക്കെ, അടുത്ത് ജയന്തിയ മലനിരകൾ ഏത് സംസ്ഥാനത്താണ്? ചോദ്യം. ഒഡീഷ, ബംഗാൾ, മിസോറാം, മേഘാലയ. ഒഡീഷ, ബംഗാള്, മിസോറാം, മേഘാലയ. കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഡി മേഘാലയാണ് ആൻസർ. ഓപ്ഷൻ ഡി മേഘാലയാണ് ആൻസർ കേട്ടോ. ജയന്തിയ കുന്നുകൾ, ജയന്തിയ മലനിരകള് മേഘാലയയിലാണ്. മേഘാലയ. ഓക്കെ, SC അടിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണത്. അടുത്ത് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ധൂപ്ഗാർ. അടുത്ത് പൂർവ്വഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആന്ധ്രാപ്രദേശിലെ ജിന്തഗഡ. അടുത്ത് ജിന്താഗഡ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ജിന്തഗഡ കൊടുത്തിട്ടുള്ളത്. ആരവല്ലി പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഗുരുശിഖർ.
പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് കേരളത്തിലെ ആനമുടി. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത് കമന്റ് ചെയ്യണേ. ഇവിടെ ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓപ്ഷൻ എ. ഈ ധൂപ്ഗാർഹ് എവിടത്തെയാണ്? എവിടത്തെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ധൂപ്ഗാർഹ്? ധൂപ്ഗാർഹ് എവിടെ വളരെ? സത്പുര നിരകളിലെ സത്പുര നിരകളിലെ ഏറ്റവും ഉയരം കൂടിയതാണ് ഏത്? ധൂപ്ഗാർഹ് കേട്ടോ. സത്പുര നിരകളിലെ ഏറ്റവും ഉയരം കൂടിയതാണ് ഏത്? ധൂപ്ഗാർഹ് കേട്ടോ, സത്പുര നിരകളില്. ഓക്കെ. അതുപോലെ തന്നെ അമർകണ്ടക് എവിടത്തെയാ? അമർകണ്ടക്, അതും ചോദിക്കുന്നത്. അമർകണ്ടക് എവിടെയാണ് പിള്ളേർ? അമർകണ്ടക് എടാ, അമർകണ്ടക് എന്ന് വെച്ചാൽ മൈക്കല നിരകളിലെ ഉയരം കൂടിയ പ്രദേശമാണ്. അമർകണ്ടക് കേട്ടോ. മൈക്കല നിരകളിലെ ഉയരം കൂടിയ പ്രദേശമാണ് ഏത്? അമർകണ്ടക്. അതുപോലെ തന്നെ പൂർവ്വഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. പൂർവ്വഘട്ടത്തില് ജിന്താങ്കടയാണ് പൂർവ്വഘട്ടത്തില്. ആരവല്ലിയില് ഗുരുശിഖറാണ്. പശ്ചിമഘട്ടത്തില് ആനമുടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ പറഞ്ഞത് പറഞ്ഞുതരാം. ധൂപ്ഗാർഹ് എവിടെയാ? ധൂപ്ഗാർഹ് സത്പുരയിൽ ഉയരം കൂടിയാണ് ധൂപ്ഗാർഹ്. അതുപോലെ അമർകണ്ടക് സ്ഥിരം ചോദിക്കുന്നതാണ്. അമർകണ്ടക് മൈക്കല നിരയിലാണ് കേട്ടോ. അമർകണ്ടക്. ഓക്കെ. അതുപോലെ തന്നെ പൂർവ്വഘട്ടത്തില് ജിന്താങ്കട, ആരവല്ലിയില് ഗുരുശിഖർ, പശ്ചിമഘട്ടത്തില് ആനമുടിയാണ് ആൻസർ. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്തത് 71 ചോദ്യം. മുരളി ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ, ദീർഘദൂര ഓട്ടം, ലോങ് ജമ്പ്, പോൾ വാൾട്ട്. കമന്റ് ചെയ്തോ. ഇവിടെ ഓപ്ഷൻ സി ലോങ് ജമ്പ് ആണ്. നമ്മൾ എം ശ്രീശങ്കർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എം ശ്രീശങ്കർ, അതാണ് മുരളി ശ്രീശങ്കർ കേട്ടോ. എം ശ്രീശങ്കർ അല്ലെങ്കിൽ മുരളി ശ്രീശങ്കർ ആണ് കേട്ടോ. അത് ഓപ്ഷൻ സി ലോങ് ജമ്പ് ആണ്. അടുത്ത 72ാമത്തെ ചോദ്യം. താഴെ കൊടുത്തതിൽ ക്ലാസിക് ഇമ്പീരിയലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ചെയിൻ, കേരളത്തിലെ ഏറ്റവും വലിയ ഡബിൾ ടക്കർ ബസ്, കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക, കേരളത്തിലെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടൽ. ഓക്കെ, കമന്റ് ചെയ്തേ. അപ്പോൾ ഓപ്ഷൻ സി കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗകയാണ്. ഏത്? ക്ലാസിക് ഇമ്പീരിയൽ കേട്ടോ. ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗകയാണ് കേട്ടോ. ഓക്കെ. അടുത്ത് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആവുന്ന സിനിമാ താരം. പഠിച്ചിട്ടുള്ള തന്നെ അത്. ജഗദീഷ്, സലിംകുമാർ, മുകേഷ്, ഇന്ദ്രൻസ്. ഏതാണ് ആൻസർ? അവിടെ ഓപ്ഷൻ ഡി ഇന്ദ്രൻസ് ആണ് ആൻസർ. ഇന്ദ്രൻസ് ആണ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം. സഹകരണ ബാങ്കുകൾ പേരിനൊപ്പം ബാങ്ക് എന്ന് ഉപയോഗിക്കരുതെന്ന റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന സ്ഥാപനം ഏതാണ് ചോദ്യം? കരുവന്നൂർ റൂറൽ സർവീസ് ബാങ്ക്, കാലിക്കറ്റ് സിറ്റി സർവീസ് ബാങ്ക്, ആര്യനാട് സിറ്റി സർവീസ് ബാങ്ക്, മാവേലിക്കര സിറ്റി സർവീസ് ബാങ്ക്. ഏതാണ് ആൻസർ? അവിടെ ഓപ്ഷൻ ബി കാലിക്കറ്റ് സിറ്റി സർവീസ് ബാങ്ക് ആണ് കേട്ടോ. അതായത് സഹകരണ ബാങ്കുകള് പേരിനൊപ്പം ബാങ്ക് എന്ന് കൊടുക്കാൻ പാടില്ല. സഹകരണ ബാങ്കുകൾ പേരിനൊപ്പം ബാങ്ക് എന്ന് കൊടുക്കാൻ പാടില്ല എന്ന് ഒരു ബാങ്ക് നമ്മൾ റിസർവ് ബാങ്ക് നിർദ്ദേശം വന്നു. അത് ഏന്ന് കേട്ട് കഴിഞ്ഞാല് ഈ പറയുന്ന ആദ്യമേ നടപ്പിലാക്കി ഏന്ന് കേട്ട് കഴിഞ്ഞാല് അത് കാലിക്കറ്റ് സിറ്റി സർവീസ് ബാങ്ക് ആണ് കേട്ടോ. ഓക്കെ. ഈ ആരാണ് നമ്മുടെ സ്ഥലമാണ്, ഇവിടെ അടുത്തുള്ള സ്ഥലമാണ് ആരാണ്. നമ്മളൊരു ഓപ്ഷൻ ആയിട്ട് വന്നു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് എന്റെ വീടിന്റെ തൊട്ടടുത്ത. ആഹാ, വല്ല പങ്കുണ്ടോ അതില്? തട്ടിപ്പിലങ്ങാനം ഇല്ലേ? നിക്ഷേപം ഇല്ലേ അവിടെ? അവിടെ നിക്ഷേപമൊന്നുമില്ല അവിടെ. ശരി. കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും തെറ്റായ ജോഡിയാണ് ചോദ്യം. ഓക്കെ. കെ എൻ ബാലഗോപാൽ വ്യവസായം, പി പ്രസാദ് കൃഷി, വീണ ജോർജ് വനിതാ ശിശു വികസനം, ആർ ബിന്ദു സാമൂഹ്യ നീതി. കമന്റ് ചെയ്തേ. കെ എൻ ബാലഗോപാൽ വ്യവസായം തെറ്റാണ്. കാരണം കെ എൻ ബാലഗോപാലിന്റെ വകുപ്പ് ഏതാ? കെ എൻ ബാലഗോപാലിന്റെ വകുപ്പ് ഏതാ? കെ എൻ ബാലഗോപാൽ ധനകാര്യ വകുപ്പാണ്. വ്യവസായ വകുപ്പ് ആരാ പിള്ളേരെ? വ്യവസായ വകുപ്പ് ആരാ? പി രാജീവാണ് വ്യവസായ വകുപ്പ്. രാജീവാണ് വ്യവസായ വകുപ്പ് കേട്ടോ.
ഓക്കെ, പി രാജീവാണ് വ്യവസായ വകുപ്പ്. ക്ലിയർ ആണല്ലോ. ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് KN ബാലഗോപാല്. രാജീവാണ് വ്യവസായ വകുപ്പ് മന്ത്രി, മറക്കണ്ട. ഓക്കെ, ശരി. അടുത്ത് 76ാമത്തെ ചോദ്യം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് 2023 ജൂലൈയിൽ പ്രഖ്യാപിച്ചത്. സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയത് മമ്മൂട്ടിയും മോഹൻലാലുമാണ്. 3 തവണ വീതമാണ് ഇരുവരും സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുള്ളത്. ഓക്കെ, ശരി. ഏതാണ് ഇതിൽ ആൻസർ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. മമ്മൂട്ടിയും മോഹൻലാലും എത്ര തവണ നേടിയിട്ടുണ്ട് അറിയോ? 5 തവണയാണോ? 5 അല്ല, 6 തവണ വീതമാണ് കേട്ടോ. മികച്ച നടനുള്ള പുരസ്കാരം 6 തവണ വീതം നേടിയിട്ടുണ്ട് കേട്ടോ. മികച്ച നടനുള്ള പുരസ്കാരം 6 തവണയാണ് രണ്ടുപേരും നേടിയിട്ടുള്ളത്. മികച്ച നടനുള്ള പുരസ്കാരം 6 തവണ കേട്ടോ. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. 2023 നവംബറിൽ സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. ഓക്കെ, കമന്റ് ചെയ്ത് ഏതാണ് ആൻസർ? സമയമായി റിവിഷൻ ക്ലാസ്സിനുള്ള. ഓപ്ഷൻ ഡി ഓപ്പറേഷൻ വനജ് ആണ്. ഓപ്പറേഷൻ വനജ് ആണ് ആൻസർ. ഓപ്പറേഷൻ വനജ്. നമ്മൾ കുറച്ച് ഈ പറയുന്ന മിന്നൽ പരിശോധനകൾ ഇന്നത്തെ കമ്പൽസറി ക്ലാസ്സിൽ, അതായത് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ട് പഠിച്ചോണേ കേട്ടാ. ഇന്ന് നമ്മൾ കുറച്ച് PSC പിള്ളേർ കറണ്ട് അഫയേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. ആ ചാനലിൽ വരും രാത്രി കേട്ടോ. അത് കണ്ട് പഠിച്ചോണം കേട്ടോ. സമയം കിട്ടുമ്പോൾ കണ്ടോ കേട്ടോ പഠിച്ചാൽ. അടുത്ത് DY ചന്ദ്രചൂഡ് ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണെന്നാണ് ചോദ്യം. 51, 50, 52, 49. ഈസി ക്വസ്റ്റ്യൻ. കമന്റ് ചെയ്തേ. വളരെ 50ാമത്തെ ആളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ പഠിപ്പിച്ചാണ് നിങ്ങളാ. ഓക്കെ, 50 മുതൽ 46 മുതൽ 50 വരെയുള്ള ചീഫ് ജസ്റ്റിസുമാരുടെ പേര് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോട്ടൊക്കെ എടുത്ത് വായിച്ച് നോക്കുക കേട്ടോ. 50 ആണ് ആൻസർ കേട്ടോ. ഓക്കെ, ശരി. അടുത്ത് 2023 നടന്ന G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. നരേന്ദ്രമോദി അധ്യക്ഷനായിരുന്നു. മുദ്രാവാക്യം വസുദൈവ കുടുംബകം. 18ാമത് ഉച്ചകോടി ആയിരുന്നു ഇത്. ഓക്കെ, ഇതില് A എല്ലാം ശരിയാണ്, B 1, 2, 3 എന്നിവ, C 1, 2, 4 എന്നിവ, D 1, 2 എന്നിവ. ഓക്കെ, ഏതാണ് ഇവിടെ ആൻസർ? ഓപ്ഷൻ A എല്ലാം ശരിയാണ്. ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. നരേന്ദ്രമോദി ആയിരുന്നു അധ്യക്ഷൻ. മുദ്രാവാക്യം വസുദൈവ കുടുംബകം എന്നായിരുന്നു. 18ാമത് ഉച്ചകോടി ആയിരുന്നു. ഇതെല്ലാം എന്താണ് ഉള്ളത്? ശരിയാണ് അല്ലേ? ഓക്കെ, ശരി. ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യൻ സ്വർണം നേടാത്ത മത്സരങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഓക്കെ, കമന്റ് ചെയ്തേ ഇത്രയും കിട്ടിയെങ്കിൽ. ഓപ്ഷൻ C ആണ്. റോവിങ്, ചെസ്, ഗോൾഫ്. ഇതിന് 3 നമുക്ക് സ്വർണം കിട്ടിയില്ല. സ്വർണം കിട്ടിയത് ഹോക്കി, ക്രിക്കറ്റ്, കബഡി, ആർച്ചറി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, അതുപോലെ ടെന്നീസ്, സ്ക്വാഷ്, ഷൂട്ടിങ്. ഇതിലൊക്കെ നമുക്ക് സ്വർണം കിട്ടി. ഈ പറയുന്നതില് ക്ലാസ് ചെയ്തായിരുന്നു ക്വസ്റ്റ്യൻ. ഇതില് റോവിങ്, ചെസ്, ഗോൾഫിന് എന്ത് ചെയ്തിട്ടില്ല? കിട്ടിയിട്ടില്ല. ഓക്കെ, അത് ഓർത്തിരുന്നോളാം കേട്ടോ. ശരി, അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ പിള്ളേരെ? നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് അറിയാവോ? നമ്മൾ ഒരുപാട് ടോപ്പിക്കിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ഡെയിലി കണ്ടന്റ് കേട്ടും പോകുമ്പോൾ നിങ്ങൾക്ക് അതിലുള്ള ഒരു നല്ല റിവിഷൻ ആകും. ഓക്കെ, ക്ലിയർ അല്ലേ പിള്ളേരെ? ഓക്കെ, നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക എല്ലാവരും. ഓക്കെ, മോർണിംഗ് റെക്കോർഡ് ക്ലാസ് ഇട്ടുതരാം. മോർണിംഗ് റെക്കോർഡ് ക്ലാസ് ഇപ്പൊ ഇട്ടുതരാം. ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾ മാർക്ക് കമന്റ് ചെയ്തിട്ട് ഓടിപ്പോ റിവിഷൻ ക്ലാസ് കയറിക്കോ. റിവിഷൻ ക്ലാസ് ഉണ്ട്. ഓടിപ്പോക്കോ. വിട്ടോ എല്ലാം വിട്ടോ. കമന്റ് ചെയ്തിട്ട് മാർക്ക് കമന്റ് ചെയ്തിട്ട് പോക്കോ എല്ലാവരും. ഞാൻ നോക്കിക്കോളാം മാർക്ക്. ഓക്കെ.